അപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയം മുത്തോലി സ്വദേശിയായ അഭിഭാഷക കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്തു. മക്കളും അഭിഭാഷകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ വളരെ സജീവമായിരുന്ന മിടുക്കിയായിരുന്ന കൂട്ടുകാരി എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നു. മകളെ ഭർത്താവ് മർദ്ദിച്ചിരുന്നു. ഭർത്തൃ വീട്ടുകാരിൽ നിന്നും മകൾക്ക് ശാരീരിക പീഡനമുണ്ടായെന്ന് മരിച്ച ജിസ്മോളുടെ അച്ഛനും സഹോദരനും പറഞ്ഞു. അവരുടെ വാക്കുകളിലേക്ക് ആദ്യം. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും. ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ UK നിന്ന് വിളിച്ചവളെ. അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല. വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാ മാനേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പാ ചേട്ടായി എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് ചെടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താം. ഇനി പപ്പായോട് പറഞ്ഞെന്നറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവൾ വക്കീലാണ്. അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവര് എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ടോബി, ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. ഇത്രയും ഇൻഡിപെൻഡന്റ് ആയിരുന്ന ഒരു സ്ത്രീയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഒരുപാട് അവിടെ സഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് മാനസികമായി മാത്രമല്ല ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അച്ഛനും സഹോദരനും പറയുന്നത്. ടോബി, പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, തീർച്ചയായിട്ടും ഒരുപാട് സഹിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്കും ലഭിക്കുന്നത്. ഒരുപക്ഷെ തൻ്റെ കുടുംബജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളുമൊത്ത് ഭർത്താവിനൊപ്പമുള്ള ആ ഒരു ജീവിതം അത് ഇല്ലാതാകാതിരിക്കാൻ അവർ ഒരുപാട് സഹിച്ചു എന്ന് തന്നെയാണ് ഈ മാതാപിതാക്കളുടെ, ഈ അച്ഛൻ്റെയും സഹോദരൻ്റെയും വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാരീരികമായും ഒപ്പം തന്നെ മാനസികമായും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പലതവണ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അച്ഛനും സഹോദരനുമൊക്കെ ഇടപെട്ട് സംസാരിച്ചായിരുന്നു ആ പ്രശ്നങ്ങൾ തീർത്തിരുന്നത്. അന്ന് അതൊന്നും പോലീസിൽ പരാതി പറയാതിരുന്നതും മറ്റുള്ളവരോട് പറയാതിരുന്നതും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു നാണക്കേട് ഉണ്ടാക്കേണ്ട ഇരു കുടുംബങ്ങൾക്കും എന്ന് ആലോചിച്ചാണ് ഈ പ്രശ്നങ്ങൾ പുറത്തു പറയാതെ പറഞ്ഞു തീർത്തത്. എന്നാൽ ആ പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ വീണ്ടും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകുന്നു. മാനസിക സമ്മർദ്ദങ്ങൾ നൽകുന്നു. ഒരു സ്ഥാപനം, ഈ അഭിഭാഷകയായതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് പാലായി തുറന്നിരുന്നു. അതിന് ഈ ഭർത്താവിൻ്റെ പക്കൽ നിന്നും ചെറിയൊരു തുക ഇവർ വാങ്ങിയിരുന്നു. അത് തിരിച്ചു നൽകണമെന്ന് പറഞ്ഞു പോലും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ ജിസ്മോളുടെ മേൽ വലിയ സമ്മർദ്ദം, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മേളിൽ നിന്നുമെല്ലാം വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഇവർ ആരോപണം ഉന്നയിക്കുന്നത് ഭർത്താവിനും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഒരു സഹോദരിയുണ്ട്, ഈ ഭർത്താവിൻ്റെ സഹോദരിയുണ്ട്. ഈ 3 പേർക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് വിശദമായിട്ടൊരു അന്വേഷണത്തിലേക്ക് പോകണമെന്നൊരു ആവശ്യമാണ് ഈ വീട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന വേണം, കർശനമായ നടപടിയും വേണം ഇവർ കുറ്റക്കാരെങ്കിൽ. അത് മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടിയിലേക്ക് പോയാൽ മാത്രമേ ഇനിയും ഇതൊക്കെ ആവർത്തിക്കാതിരിക്കൂ. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറയേണ്ടത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതും ഈ കുട്ടിയെ പോലെ, ജിസ്മോളെ പോലെ ഇത്രയും കരുത്തയായ, ഒരുപാട് കാര്യങ്ങളിൽ സജീവമായിരുന്ന ഒരു ലോയറാണ്, അങ്ങനെ പൊതുപ്രവർത്തകയാണ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മൾ നടത്തുകയാണ്.